വായിക്കാം. 1 ശമൂവേൽ പ്രവചനം 2-ാമത്തെ അധ്യായം 23-24 വാക്യം. 1 ശമൂവേൽ പ്രവചനം 2-ാമത്തെ അധ്യായം അതിൻ്റെ 23-24 വാക്യം. അവൻ അവരോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവർത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. അടുത്തത്, അങ്ങനെ അരുത് എന്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെ കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നന്നല്ല. മതി മതി അമ്മേ. ഇതിന്റെ പശ്ചാത്തലമെല്ലാം നമ്മൾക്ക് പല സമയങ്ങളിലും അറിയാവുന്ന ഏറ്റവും സുപരിചിതമായ ഒരു വാക്യമാണ്. അവൻ അവരോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്താ? ഇത് ഏലി പുരോഹിതൻ ആ കാലഘട്ടത്തിലെ ആമേ സ്വതം ഹല്ലേലൂയ ഏറ്റവും സീനിയർ ആയിരിക്കുന്ന, ശക്തനായിരിക്കുന്ന, ആമേ പൗരോഹിത്യ വേല ചെയ്യുന്ന ആമേ സ്വതം ഒരു ശുശ്രൂഷകൻ തൻ്റെ മക്കളോട് പറയുന്നു. എൻ്റെ മക്കളും ശുശ്രൂഷകന്മാര്. അന്നത്തെ ആ ലേവ്യ ഗണത്തിൽപ്പെടുന്നവരെല്ലാം പിന്തുടർച്ചകളായിട്ട് ഇങ്ങനെ ശുശ്രൂഷകന്മാരായിട്ട് കൈമാറ്റം ചെയ്ത് അവരിന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അന്ന് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അങ്ങനെ തൻ്റെ ഏലിയുടെ 2 മക്കള് ഹോഫിനെയും ഫിനഹാസും 2 പേരും പുരോഹിതന്മാരാണ്. ആമേ സ്തോത്രം. അപ്പൻ പുരോഹിതനാ, മക്കളും പുരോഹിതനാ. അപ്പോ ഈ മക്കളുടെ തെറ്റുകുറ്റങ്ങൾ, മക്കളുടെ പാപങ്ങൾ, ദോഷ വഴികൾ ആമേൻ ദേശത്തിന്റെ മധ്യത്തില് പരക്കാൻ തുടങ്ങി. അപ്പന്റെ കാതുകളില് അത് കേൾക്കാൻ തുടങ്ങി. ആമേ അപ്പൻ മക്കളോട് പറയുന്ന വാക്യമാണ് നമ്മളിവിടെ വായിച്ചു കേട്ടത്. ആമേ സ്തോത്രം. അവൻ അവരോട്, അതായത് ഏലി തൻ്റെ മക്കളോട്, നിങ്ങൾ ഈ വക ചെയ്യുന്നത് എന്ത്? നിങ്ങളുടെ ദുഷ്പ്രവൃത്തികളെ കുറിച്ച് ഈ ജനമൊക്കെയും പറഞ്ഞ് ഞാൻ കേൾക്കുന്നു. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഞാൻ ഇന്ന് എടുക്കാൻ പോകുന്ന വിഷയം ആമേ ഒരല്പം ദൈവഭയം ഉളവാകുന്നൊരു വിഷയമാണ്. പക്ഷെ വളരെ ശ്രദ്ധിക്കണം. ദൈവം നമ്മളെല്ലാവരും പെർഫെക്റ്റ് ഒന്നുമല്ല. ആമേ സ്തോത്രം. ഇന്ന് ഈ ലോകത്തിൽ ജീവിക്കുന്ന വിശുദ്ധന്മാരെന്ന് പറയുന്ന എല്ലാവരിലും തന്നെ പലവിധമായ കുറവുകളുണ്ട്. ആമേ പൗലോസ് പറയുന്നു, ആമേ എനിക്കൊരു തെറ്റിനെക്കുറിച്ച്, ഒരു പാപത്തെക്കുറിച്ചും അവബോധമില്ല എങ്കിലും ഞാൻ പാപിയല്ല എന്ന് വരുന്നില്ല എന്ന് പൗലോസ് പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മളുടെ ജീവിതത്തിൽ, എല്ലാവരുടെയും ജീവിതത്തിൽ ഒരുപക്ഷെ മനുഷ്യന്റെ മുമ്പിൽ കാണിക്കത്തക്ക നിലവാരത്തിലുള്ള കുറവുകളൊന്നും തന്നെ ഇല്ല എങ്കിലും പേഴ്സണൽ ജീവിതത്തിൽ ആമേ സ്വതം തെറ്റും കുറ്റങ്ങളും കുറവുകളൊക്കെ ഉണ്ട്. പക്ഷേ ആമേ നീ ചെയ്യുന്ന പ്രവൃത്തി, ആമേ ചുറ്റുപാടുകൾ അറിഞ്ഞ്, ദേശം അതറിഞ്ഞ്, മറ്റു മനുഷ്യരതറിഞ്ഞ് തിരുനാമത്തിനൊരു ദൂഷണം വരാൻ തുടങ്ങുന്നു എന്ന് കണ്ടാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം പ്രവർത്തിക്കും. ആമേൻ. അങ്ങനെ പ്രവർത്തിച്ച പല സ്ഥലങ്ങൾ നമ്മുടെ സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ നിന്ന് ചിന്തിപ്പിക്കുവാൻ ഞാൻ കർത്താവിലൊന്ന് ശരണപ്പെടുകയാണ്. ഇന്ന് ആമേ യൂട്യൂബിലും ഫേസ്ബുക്കിലും വാട്സാപ്പിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ കയറി പലരും പല നിലവാരത്തിൽ ഒരുത്തനെ താഴ്ത്തേണ്ടതിനായി കുതികാലി വെട്ടിയും ഒരുത്തനെ ഉയർത്തേണ്ടതിനായി പ്രശംസ പറഞ്ഞും അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുത്തൻ ഒരു സ്ഥലത്ത് പ്രശംസിക്കപ്പെടുമ്പോൾ മറ്റൊരിടത്ത് ആമെ ദുഃഖിക്കുന്ന, ആമെ വേദനിക്കുന്ന ഒരു അവസ്ഥകൾ കൂടി ഉള്ളതായിട്ടൊക്കെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന സഹോദരന്മാരെ, ആമെ സ്വതം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയാം, ആമെ ഇതൊക്കെയും ദൈവത്തിന്റെ മുമ്പിൽ വരും. ആമെ ദൈവത്തിന്റെ സന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടിയും വരും. നമ്മുടെ നാവ് കൊണ്ട് എന്തേലും ഒരു ദോഷം പറഞ്ഞിട്ട് ആർക്കെങ്കിലും ഒരു വേദനയ്ക്കോ മുറിവിനോ കാരണമായി തീരുകയും ദൈവനാമത്തിന് അത് ദൂഷണമായി വരികയും ചെയ്താൽ ദൈവത്തിന്റെ കരം ചലിക്കും. ചിലപ്പോൾ പിറ്റേ ദിവസം പ്രവർത്തിച്ചില്ല എന്ന് കരുതിക്കൊണ്ട് ദൈവം അത് മറന്നു എന്ന് ചിന്തിക്കരുത്. അത് വരും. അതിൻ്റെ സമയമാകുമ്പോൾ അത് വരും. 100%. ഈ ബൈബിൾ അത് തെളിവായി പറയുകയാണ്. കഴിഞ്ഞൊരു സമയം നമ്മൾ ചിന്തിച്ചു, നിങ്ങൾ അളക്കുന്ന അളവിനാൽ നിങ്ങൾക്കും എന്ത് ചെയ്യും? അളന്ന് കിട്ടും. ഇസ്രായേൽ ജനത്തെക്കുറിച്ച് ദൈവം ചെയ്ത ചില പ്രവർത്തികൾ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിക്കാനിടയായി തീർന്നു. ഇത് അതിലും ഭീകരമായിട്ടുള്ള ഒരു സംഭവമാണ്. നമ്മുടെ ദൈവത്തെക്കുറിച്ച് പറയുന്നത് അവൻ ദയയുള്ള ദൈവമാണ്, കരുണയുള്ള ദൈവമാണ്, ദീർഘക്ഷമയുള്ള ദൈവമാണ്, മഹാകരുണയുള്ള ദൈവമാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ തന്നെ മറ്റൊരു ഭാഗത്ത് പറയുന്നു അവൻ അസഹിഷ്ണുവായ ദൈവവും കൂടെയാണ്. ആമേ സ്തോത്രം. ഈ ദൈവം ദയ കാണിക്കുന്നവനാണ്, കരുണ കാണിക്കുന്നവനാണ്, ക്ഷമ കാണിക്കുന്നവൻ ഒക്കെ ചെല്ലുമ്പോൾ തന്നെ ഈ ദൈവം പറയുന്നു ഞാൻ അസഹിഷ്ണുവായ ദൈവമാണ്. ആമേ സ്തോത്രം. അതുകൂടി നമ്മൾ കണക്ക് ആമേ സ്തോത്രം എപ്പോഴും ബുദ്ധിക്കകത്ത് ഹൃദയത്തിലും ചിന്തിച്ച് വേണം മുമ്പിലേക്ക് യാത്ര ചെയ്യുവാൻ. അപ്പൊ ഏലി തൻ്റെ മക്കളോട് പറയുന്നത് ജനത്തിൽ ഇതറിയാൻ തുടങ്ങി, പുറത്ത് ഇതറിയാൻ തുടങ്ങി. ഫിനെഹാസെ
ആമേ ഇതുവരെ ആലയത്തിന്റെ കോമ്പൗണ്ടിൽ മാത്രം അടങ്ങിയിരുന്ന പ്രശ്നങ്ങൾ ചുറ്റുപാടിലേക്ക് പരക്കുന്നു എന്ന്, ആമേ ജനത്തിന്റെ കാതുകളിലേക്ക് എത്തുന്നു എന്ന് ആമേ സ്വതം തിരിച്ചറിഞ്ഞപ്പോൾ അപ്പൻ ഭയപ്പെട്ടു. ഇത് ദൈവം ക്ഷമിക്കുന്ന ഒരു കാര്യമല്ല. ആമേ സ്വതം മക്കളോട് പറഞ്ഞു, ആമേ ഈ വാർത്ത നല്ലതല്ല. ആമേ യഹോവയുടെ ജനമൊക്കെയും നിങ്ങളെ കുറിച്ച് പരത്തുന്ന ആമേ സ്വതം ആ കേൾവിയും പറച്ചിലും അത്രക്ക് നല്ലതല്ല. സ്റ്റോപ്പ് ചെയ്തോളണം. മക്കൾക്ക് അതിൽ നിന്ന് പിന്തിരിയാനോ അത് സ്റ്റോപ്പ് ചെയ്യാനോ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കവിടെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേ സ്തോത്രം. അപ്പൻ ആ കാലഘട്ടത്തിലെ പുരോഹിതനും ഏറിയ ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചൊരു മനുഷ്യനും പലപ്പോഴും ദൈവത്തിന്റെ ആത്മാവ് ആലോചനകളാൽ ആമേ പലരും ഉറപ്പിക്കുകയും ചെയ്ത ചരിത്രങ്ങളെല്ലാം നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ആമേ സ്തോത്രം. വചനം ദുർലഭമായിരുന്നു, ആമേ വെളിപ്പാട് ഏറെ ഇല്ലായിരുന്നു എന്ന് പറയുമ്പോഴും ഹന്ന എന്ന് പറയുന്ന ആലയത്തിൽ ഇരുന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച സഹോദരിയെ നോക്കിയിട്ട് വിളിച്ചു പറഞ്ഞു, നിന്റെ അപേക്ഷ സ്വർഗത്തിലെ ദൈവം നിനക്ക് തരട്ടെ. പിറ്റേ ആണ്ടിൽ അവൾക്ക് ഒരു കുഞ്ഞ് ജനിച്ചു. അത് പറഞ്ഞത് ഈ ഏലി പുരോഹിതനാ. അവന്റെ അടുക്കൽ ഈ കുഞ്ഞിനെയിട്ട് ആ അമ്മ വരുന്നുണ്ട്. ആമേ സ്തോത്രം. അടിയനെ ഓർമ്മയുണ്ടോ? കഴിഞ്ഞൊരു സമയം ഞാനായിരുന്നു ഈ ആലയത്തിലിരുന്ന് കരഞ്ഞിരുന്നത്. ആമേ സ്തോത്രം. എനിക്ക് തന്ന കുഞ്ഞ ഇതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ കുഞ്ഞിനെ ആലയത്തിൽ കൊണ്ടുവന്ന് ആമേ സമർപ്പിക്കുന്ന ഒരു കാഴ്ചയും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, അപ്പോ ഇദ്ദേഹം മക്കളോട് പറയുന്നത്, ആമേ എന്റെ മക്കളെ ഇത് നല്ലതല്ല. ആമേ ദോഷം ആമേ പുറത്തു പോകാൻ തുടങ്ങിയിരിക്കുന്നു. ആമേ സ്തോത്രം. ആലയത്തിനകത്തളത്തിൽ ആമേ ഉള്ള കാര്യം പ്രത്യേകിച്ചൊരു ജാതീയനോ അല്ലെങ്കിൽ പുറത്തുള്ള ഒരു വ്യക്തിത്വമോ അറിയാൻ നാം ഇടയായി തീരരുത്, ഇടയാക്കി തീർക്കരുത്. ദൈവനാമം നാം നിമിത്തം ദുഷിക്കപ്പെടാൻ അനുവദിക്കരുത്. ആമേ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ആമേ നമ്മൾ വളരെ ഒതുക്കേണ്ട കാര്യമാണ്. ആമേ പൗലോസും ആമേ അതുപോലെ തന്നെ പഴയ നിയമത്തിൽ ആമേ ആലയം പണിത ശലോമോനെല്ലാം ഈ കാര്യത്തിന്റെ ആമേ പൂർണ്ണമായ ഭാഗങ്ങൾ ഭാഗികമായിട്ട് തനത് വരച്ചു കാണിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. പൗലോസ് പറയുന്നത് ഇങ്ങനെയാണ്. ആമേ 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുന്നത് ഇങ്ങനെയാണ്. നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനൊരു കാര്യം ഉണ്ടെങ്കിൽ ആമേ സ്വതം ആമേ ജാതികളുടെ അടുക്കല് അല്ലെങ്കിൽ ഒരു അന്യജാതിക്കാരുടെ അടുക്കല് ആമേ അഭക്തന്മാരുടെ മുമ്പില് ആ വിഷയമായിട്ട് പോകരുത്. ആമേ നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോടൊരു കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെ അല്ല അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? അത് തെറ്റാണെന്ന് പുതിയ നിയമത്തിലെ കാര്യമാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. എന്നിട്ട് ഇനി പഴയ നിയമത്തിലേക്ക് നമ്മൾ കടക്കുകയാണ്. പഴയ നിയമത്തിലും ഇത് ദൈവത്തിന് ഇഷ്ടമല്ല, പുതിയ നിയമത്തിലും ഇത് ദൈവത്തിന് ഇഷ്ടമല്ല. അതുകൊണ്ടാണ് ആമേ സ്വതം കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ പറയുന്നത്, ഇത് നിങ്ങളുടെ ഇടയിൽ വെച്ച് തന്നെ എന്ത് ചെയ്തോളണം? പരിഹരിച്ചോളണം. ആമേ പുറത്ത് ജനം ഇത് കേട്ടിട്ട് ആമേ നിങ്ങൾ സേവിക്കുന്ന യേശുവിനെ നിന്ദിക്കാനോ അല്ലെങ്കിൽ നിങ്ങൾ പ്രാർത്ഥനക്കാരല്ലേ, കർത്താവിനെ ആരാധിക്കുന്നവരല്ലേ ആമേ എന്ന് നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടാനോ ഇടയാക്കി തീർക്കരുത്. ആമേ സ്വതം ദൈവത്തിന്റെ കരം അവിടെ ക്ഷണത്തിൽ വെളിപ്പെട്ടു വരുവാനിടയായിത്തീരും. അപ്പോ ഞാൻ ആ പഴയ ഭാഗത്തിലേക്ക് തന്നെ പോവുകയാണ്. ആമേ ഏലി ആമേ തന്നെ മക്കളോട് പറയുന്നത് നിർത്തിക്കൊള്ളണം. ആമേ നിങ്ങളെ കുറിച്ചുള്ള അപശ്രുതികൾ പരക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെ അരുത്. ആമേ എന്റെ മക്കളെ, യഹോവയുടെ ജനം നിങ്ങളെക്കുറിച്ച് പരത്തുന്നതായി ഞാൻ കേൾക്കുന്ന കേൾവി നല്ലതല്ല. ഇതിങ്ങനെ പറഞ്ഞതിന് ശേഷം 27-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഒരു പ്രവാചകൻ, പേരൊന്നും കൊടുത്തിട്ടില്ല, ആമേ ഒരു ദൈവപുരുഷൻ എന്നാ കൊടുത്തിരിക്കുന്നത്. അനന്തരം ഒരു ദൈവപുരുഷൻ ഏലിയുടെ അടുക്കൽ വന്ന് അവനോട് പറഞ്ഞത്, യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ പിതൃഭവനം മിസ്രയീമിൽ ഫറവോന്റെ ഗൃഹത്തിന് അടിമകളായിരുന്നപ്പോൾ ഞാൻ അവർക്ക് വെളിപ്പെട്ടു നിശ്ചയം. ഇതിന്റെ ആമേ ഈ 2-ാം അധ്യായത്തിന്റെ അവസാനം വരെ പറയുന്ന ദൂത് ഏലിയുടെ കുടുംബത്തോടും മക്കളോടും ഏലിയോടുള്ള ദൂത. ആമേ സ്തോത്രം. അവസാനം വരെ ആ 2-ാം അധ്യായം അവസാനം വരെ പറയുന്ന ദൂത് ആമേ സ്തോത്രം അവനോടുള്ള ബന്ധത്തിലാണ്. ആമേ അവിടെ നമുക്ക് കാണാം. 30-ാം വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളി ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. എന്നെ മാനിക്കുന്നവരെ ഞാൻ മാനിക്കും, എന്നെ നിന്ദിക്കുന്നവർ നിന്ദിതരാകും. നിന്റെ ഭവനത്തിൽ ഒരു വൃദ്ധനും ഉണ്ടാകാതെ വണ്ണം ഞാൻ നിന്റെ ഭുജവും നിന്റെ പിതൃഭവനത്തിന്റെ ഭുജവും തകർത്ത് കളയുന്ന നാളുകൾ ഇതാ വരുന്നു. മതി. ഇതിന്റെ താഴേക്കും അവസാന വാക്യം വരെയും ഏലിയുടെ ഗൃഹത്തോടും മക്കളോടും ഏലിയോടൊക്കെ പറഞ്ഞ ദൂത, കർശനമായിട്ടുള്ളൊരു ദൂത.
ആമേ സ്തോത്രം. ഇത് ശമൂവേൽ ആമേ കുഞ്ഞ് അവിടെയുണ്ട്. ആമേ സ്തോത്രം. ഇവിടെ ഒരു ദൈവ പുരുഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൻ മക്കളോട് പറഞ്ഞു. ആമേ മക്കൾ അത് തന്നെ തുടർന്നുകൊണ്ടിരുന്നു. അതുകൊണ്ട് ദൈവം പിന്നെയും ഒരാളെ അവിടേക്ക് അയച്ചു. ആമേൻ. അവിടേക്ക് അയച്ചിട്ട് ആ ദൈവപുരുഷനിലൂടെ ദൂത് പറയുകയാണ്. നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു, ദൂത് വാഗ്ദത്തങ്ങളെല്ലാം തന്നിരുന്നു. നമ്മുടെ ദൈവത്തെക്കുറിച്ച് ഇങ്ങനെ നമ്മൾ പലപ്പോഴും പറയും, വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും സ്തോത്രം. ആമേ നേരോടെ നടന്നാൽ എന്ന് മാത്രമേ അവിടെ പറയാൻ പറ്റത്തുള്ളൂ. പ്രിയ മക്കളെ, വളഞ്ഞ വഴികളിലൊക്കെ നടന്നിട്ട് ആ വാഗ്ദത്തം വേണമെന്ന് പറഞ്ഞാൽ കിട്ടത്തില്ല. നമ്മുടേതായ ഇഷ്ടപ്രകാരം നടന്നാലും വാഗ്ദത്തം വരത്തില്ല. വാഗ്ദത്തം വരണമെങ്കിൽ നേരോടെ നടന്നേക്കണം. കൽപ്പനകളിൽ നിന്ന് ഇടംവലം തിരിയരുത്. ന്യായപ്രമാണത്തെ അനുസരിച്ച് ജീവിച്ചേക്കണം. പഴയ നിയമത്തിന്റെ വ്യവസ്ഥയിൽ, പുതിയ നിയമത്തിൽ ആമേ യേശു എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ, ആമേ സ്വതം ആമേ ദൈവം എന്തെല്ലാം കൽപ്പിച്ചിട്ടുണ്ടോ അതിൽ നമ്മൾ അനുസരിച്ച് ജീവിച്ചാൽ ആ വാഗ്ദത്തം നമുക്ക് പിടിച്ചെടുക്കാം. അതല്ല, എന്നോട് ഭയങ്കര വാഗ്ദത്തങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഇങ്ങനെയാണെന്ന് ദൈവത്തിന് അറിയാം, അതുകൊണ്ട് ഞാൻ എങ്ങനെ നടന്നാലും ദൈവ വാഗ്ദത്തം തരുമെന്ന് ഒരിക്കലും നിങ്ങൾ വിശ്വസിക്കരുത്. അങ്ങനെ വിശ്വസിക്കുന്നെങ്കിൽ അബദ്ധമാണ്. അങ്ങനെ വിശ്വസിച്ചിരുന്ന ആമി ഏലിയായിരിക്കാം ചിലപ്പോ എന്ന് ഞാൻ ചിന്തിക്കുകയാണ്. കാരണം അവന്റെ വീട്ടിൽ ആമി ഒരു ദൈവ പുരുഷൻ കടന്നു വന്നിട്ട് പറയുന്നത്, നിന്നോട് ഞാൻ പറഞ്ഞിരുന്നു. ആമേ സ്തോത്രം. ഹല്ലേലൂയ. അതിന്റെ 30-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. ആകയാൽ ഇസ്രായേലിന്റെ ദൈവമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിന്റെ ഭവനവും നിന്റെ പിതൃഭവനവും എന്റെ സന്നിധിയിൽ നിത്യം പരിചരിക്കുമെന്ന് ഞാൻ കൽപ്പിച്ചിരുന്നു നിശ്ചയം. ഇപ്പോഴോ യഹോവ അരുളിച്ചെയ്യുന്നത്, അങ്ങനെ ഒരിക്കലും ആകയില്ല. മാറ്റുകയാണ്. ദൈവം പറഞ്ഞിരുന്നതാണ്. അങ്ങനെയല്ല എഴുതിയിരിക്കുന്നത്. സ്വർഗത്തിലെ ദൈവം പറഞ്ഞിരുന്നതാണ്, നീയും നിന്റെ പിതൃഭവനവും ആമേ സ്തോത്രം നിന്റെ കുടുംബവും നിന്റെ പിതൃഭവനവും ആമേ സ്തോത്രം എനിക്ക് വേണ്ടി ആമേ സ്തോത്രം ആമേ എന്നെ പരിചരിക്കണം, എനിക്ക് വേണ്ടി വേല ചെയ്യണം എന്നൊക്കെയും ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ ഞാനത് മായ്ക്കുകയാണ്, ഞാനത് മാറ്റുകയാണ്. ആമേ വിശുദ്ധ വേദപുസ്തകം നമുക്ക് കാണുവാൻ സാധിക്കുന്നു. ജീവ പുസ്തകത്തിൽ നിന്ന് അവരെ എന്ത് ചെയ്യണമേ, മായ്ച്ചു കളയണമേ എന്ന് സങ്കീർത്തന പുസ്തകത്തിൽ കാണുവാൻ സാധിക്കുന്നുണ്ട്. അവൻ സ്ഥിരമായിട്ട് എഴുതി കഴിഞ്ഞാൽ മായ്ക്കാൻ പറ്റത്തില്ല എന്നുള്ളതല്ല, ഒരു പക്ഷെ മായ്ച്ചും കളയും. ഹല്ലേലൂയ. സ്ഥിരമായി എഴുതിയിരിക്കുന്നത് മായ്ക്കേണ്ടി വന്നാൽ മായ്ക്കും, വെട്ടേണ്ടി വന്നാൽ വെട്ടും, ആമേ മാറ്റേണ്ടി വന്നാൽ മാറ്റും. ഇവിടെ ഏലിയോട് പറയുന്നത്, ആമേ സ്തോത്രം, അങ്ങനെയായിരുന്നു ഞാൻ നിന്നോട് പറഞ്ഞ ദൂത്, പക്ഷേ ഇനി അത് സംഭവിക്കുകയില്ല. കാരണം ആമേ സ്തോത്രം അകത്തൊതുങ്ങേണ്ട വിഷയം പുറത്തേക്ക് പരക്കാൻ തുടങ്ങി. ജനത്തിന്റെ കാതുകളിൽ അത് എത്താൻ തുടങ്ങി. തിരുനാമം മഹത്വം എടുക്കേണ്ടതിന് പകരം തിരുനാമത്തിന് അപമാനങ്ങൾ വരാൻ തുടങ്ങി. അതുകൊണ്ട് ഏലി, എനിക്കത് ക്ഷമിച്ച് നിൽക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ്. പുറത്തേക്ക് വിഷയങ്ങൾ പോകുമ്പോൾ സർവശക്തനായ ദൈവം അത് അനുവദിക്കുന്നതല്ല. ആമേൻ. എന്തു വിഷയം. അതുകൊണ്ടാണ് പഴയ നിയമത്തില് ആമേൻ ശലോമോൻ ആലയം പണിതപ്പോൾ ആലയത്തിന്റെ തുലാങ്ങൾ പുറത്തേക്ക് ചാടി നിന്ന് അകത്തേക്ക് തള്ളി വന്ന സമയത്ത് ഗളങ്ങൾ പണിത് അവൻ എന്ത് ചെയ്തത്, അത് മറച്ചെന്നാ പറയുന്നത്. ആമേ സ്തോത്രം. എടാ, പുറത്തേക്കും പോകാൻ പാടില്ല, പുറത്തെ കാര്യം അകത്തും വരാൻ പാടില്ല. ആമേ സ്തോത്രം. അത് വൃത്തികേടാണ്. കാണുമ്പോൾ നല്ലതല്ലാതെ തോന്നുന്ന ഒരനുഭവമായതുകൊണ്ട് ചാടി നിൽക്കുന്നത്, ഉന്തി നിൽക്കുന്നത്, തള്ളി നിൽക്കുന്നത് എല്ലാം അവൻ ഗളം പണിതും മറച്ചെന്ന വിശുദ്ധ വേദപുസ്തകത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആമേ. എന്നാൽ സ്വർഗത്തിലെ ദൈവത്തിന് അതങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? അവിടെ കൂടി വരുന്ന ജനത്തിന് കുഴപ്പമില്ല, അവിടെ ശുശ്രൂഷിക്കുന്നവർക്ക് കുഴപ്പമില്ല. പക്ഷെ സ്വർഗത്തിലെ ദൈവത്തിന് കുഴപ്പമാണെന്നേ. അതൊരു ഭംഗിയില്ലാത്ത അനുഭവമാ, ഭംഗിക്കുറവാത്. ആമേ സ്വത. അതുകൊണ്ട് അതിനെ മറക്കണം. ആമേ. ഒന്ന് രാജാക്കന്മാരുടെ പുസ്തകം 6-ാം അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിലാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ആമേ സ്വതം ശലോമോൻ ആലയം പണിതപ്പോൾ ആമേ സ്വതം അതിന്റെ തുലാങ്ങൾ, താഴത്തെ പുറവാരം 5 മുഴവും നടുവിലത്തേത് 6 മുഴവും മൂന്നാമത്തേത് 7 മുഴം വീതിയുള്ളതായിരുന്നു. തുലാങ്ങൾ ആലയ ഭിത്തികളിൽ അകത്ത് ചെല്ലാതിരിപ്പാൻ അവൻ ആലയത്തിന്റെ ചുറ്റും ആമേ പുറമേ ഗളം പണിതു. അതിനെ മറച്ചു. ആമേ സ്തോത്രം. ഈ തള്ളി നിൽക്കുന്നതെല്ലാം, ചാടി നിൽക്കുന്നതെല്ലാം ആമേ സ്തോത്രം പുറത്തും അകത്തും കാണാതിരിക്കത്തക്ക നിലവാരത്തിൽ നല്ലൊരു ഡിസൈൻ വർക്ക് കൊടുത്ത ആമേ സ്തോത്രം അതിനെ അവൻ അങ്ങ് മറച്ചു. ആമേ സ്തോത്രം. ഇത് ആമേ ആലയത്തിന്റെ ആ പണികളെ സംബന്ധിക്കുന്ന കാര്യങ്ങളാണ്. ഈ ആലയത്തിന്റെ പണികളെ സംബന്ധിക്കുമ്പോൾ അത് നമ്മളുമായിട്ട് എന്താ ബന്ധം? ആമേ വെട്ടുകുഴിയിൽ വെച്ച് തന്നെ ആമേ കുറവ് തീർത്ത കല്ലുകൾ കൊണ്ടായിരുന്നു ആലയം പണിതത്. അതുകൊണ്ട് ആലയം പണിയുന്ന സമയത്ത്
ആമേ മഴു, ചിറ്റിക എന്നിവയുടെ ശബ്ദം അവിടെ കേൾപ്പാനില്ലായിരുന്നു എന്ന് നമ്മൾ കാണുവാൻ സാധിക്കുന്നുണ്ട്. കാരണം ദൈവത്തിന്റെ സഭ അതുപോലെയാണ് കെട്ടിയടച്ച തോട്ടമാക്കി പരിശുദ്ധ ദൈവം പണിതുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് മഴുവിന്റെയോ ചിറ്റിയുടെയോ ഒച്ച കേൾക്കരുത് എന്നുള്ളത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ഒരു പദ്ധതിയായിരുന്നു. ഇന്ന് നമ്മളായിരിക്കുന്ന ആത്മീക സഭ എന്ന് പറയുന്ന സമൂഹത്തിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, വാക്ക് ഫൈറ്റിങ്ങും വെട്ടും കുത്തുമാണ്. ആമേ സ്തോത്രം. എന്താ സംഭവിച്ചിരിക്കുന്നത് ആത്മീക ലോകത്തിന്? ആമേ സ്തോത്രം. ഒരുത്തനെ തകർത്തു കളയുവാൻ വേണ്ടി ചില വ്യക്തിത്വങ്ങൾ കൂട്ടം കൂടി സ്തോത്രം തേജോവധം ചെയ്യുന്ന ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ കയറി ലോകമനുഷ്യൻ സകലരും കാണത്തക്ക നിലവാരത്തിൽ പലതും ചെയ്തെടുക്കുമ്പോൾ ഇതെന്നേക്കുമായിട്ട് സ്വർഗത്തിലെ ദൈവം ക്ഷമിച്ചിരിക്കുമെന്ന് ആരും ചിന്തിച്ചു പോകരുതേ. ഒരു സമയം കഴിയുമ്പോൾ അത് വരും. ഒരു സമയം കഴിയുമ്പോൾ അത് വരും. അങ്ങനെ ഈ 2-ാമത്തെ അധ്യായത്തിൽ ഒരു ദൈവപുരുഷൻ വന്ന് ഏലിയുടെ കുടുംബത്തോട് കർശനമായിട്ടുള്ള ദൂതുകൾ പറഞ്ഞ് ആ മനുഷ്യൻ പോയി. അപ്പോൾ ശമൂവേൽ എന്ന് പറയുന്ന ഈ കുഞ്ഞ് ബാലകനായിരുന്നു. ശമൂവേൽ ബാലനായിരുന്നു. ഇവൻ വളർന്നു, ഇവൻ വലുതായി. ഇവന്റെ വചനമൊക്കെയും ഇസ്രായേൽ ഗൃഹത്തിൽ പരക്കാൻ തുടങ്ങി. ഹല്ലേലൂയ. അത്രയും കാലം വരെ ദൈവം കൊടുത്തു എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഈ തെറ്റും പാപമൊക്കെ ചെയ്തുകൊണ്ട് ഫിനെഹാസും കടന്നു പോയിക്കൊണ്ടിരിക്കുമ്പോഴും ദൈവം കുറെ പീരീഡ് അവർക്ക് അനുവദിച്ചു എന്നുള്ളത് നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. 2-ാമത്തെ അധ്യായത്തിൽ ഈ ദൈവപുരുഷൻ വന്ന് ഇവരോട് ദൂത് പറയുന്നു. 3-ാമത്തെ അധ്യായത്തിൽ അതിന്റെ 1-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം വേഗത്തിൽ, എനിക്ക് മറ്റു ഭാഗങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു വന്നു. ഇവൻ ആരായിരുന്നു? ഇപ്പൊ ബാലൻ ശമൂവേൽ ബാലൻ. ഈ ഒരു കൊച്ചിനെ 2-ാമത്തെ അധ്യായത്തിൽ ഈ ഹന്ന കൊണ്ടുവന്ന് അവിടെ കൊടുക്കുകയാണ്. ഇവനെ ഞാൻ സ്വതം ദൈവത്തിന് നേർന്നതാണ്, ഇവൻ ആലയത്തിൽ നിത്യം പരിചരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആ കൊച്ചിനെ കൊണ്ടുവന്ന് സ്വതം ആലയത്തിൽ കൊടുത്തതാ. ഇവൻ അവിടെ വളരാൻ തുടങ്ങി. ശമൂവേൽ ബാലൻ ഏലിയുടെ മുമ്പാകെ യഹോവയ്ക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്നു. ഈ ബാല്യകാലത്തിൽ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെട്ടവൻ വളരാൻ തുടങ്ങി, വളർന്നു, വലുതായി. അപ്പോഴും ഫിനെഹാസും അവിടെയുണ്ട്. കഴിഞ്ഞൊരു സമയം ഒരു ദൈവാസ ശുശ്രൂഷ പറഞ്ഞു, വിളക്ക് കെടുന്നതിന് മുമ്പേ സ്വതം ഇവൻ പോയിട്ട് എവിടെ കിടക്കുമായിരുന്നു? ആലയത്തിൽ പോയി കിടക്കുമായിരുന്നു. സ്വതം ആലയത്തിലെ ലേവ്യ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ആലയത്തിലെ ദീപം നിത്യം കത്തിക്കൊണ്ടിരിക്കേണ്ടതിനായി ഇസ്രായേൽ മക്കൾ ഇടിച്ചെടുത്ത തെളിവുള്ള ഒലിവെണ്ണയുമായിട്ട് അവര് ആലയത്തിൽ ആ വിളക്കിൽ ഒഴിക്കുവാൻ എണ്ണയുമായിട്ട് കടന്നു വരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പറയുന്നുണ്ട്. നിത്യം എന്ത് ചെയ്യണം? ഈ വിളക്ക് കത്തിക്കൊണ്ടിരിക്കണം. പക്ഷേ ഈ വിളക്ക് കെടുത്തിക്കളയുമെന്ന് അതിന്റെ അർത്ഥം ഈ ശമൂവേൽ പ്രവചനത്തിൽ വായിക്കുന്നത് വിളക്ക് കെടുന്നതിന് മുമ്പേ അല്ലേ? അങ്ങനെയല്ലേ വായിക്കുന്നത്? അങ്ങനെയെങ്കിൽ ഈ ബാലൻ അവിടെ വിളക്ക് കെടുന്നതിന് മുമ്പേ പോയി കിടക്കുമായിരുന്നു. ഹല്ലേലൂയ. വിളക്ക് കത്തിക്കൊണ്ടിരിക്കേണ്ടതാണ്, കിടത്തിക്കളയുന്ന ചില അനുഭവങ്ങളും അവിടെ ഉണ്ടായിരുന്നു, വെളിപ്പെട്ടുകൊണ്ടിരുന്നു. സ്തോത്രം. ഇരുട്ടിന്റെ മറവിൽ പാപം ചെയ്തുകൊണ്ടിരുന്ന സ്വതം പലരെയും അവിടെ പിന്നെയും സ്വർഗത്തിലെ ദൈവം ഒന്ന് വെളിപ്പെടുത്തുകയാ. ഏത് കാലം വരെയും ശമൂവേൽ ബാലൻ പുരുഷനായി തീരുന്ന കാലം വരെയും. ഈ വാക്യം വായിപ്പിച്ചത് ഇവൻ ബാലനാണ്, അല്ലെങ്കിൽ 2-ാമത്തെ അധ്യായത്തിൽ ഇവൻ കുഞ്ഞാണ്. പക്ഷെ പിന്നത്തേതിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ശമൂവേൽ വളർന്നു. 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. ശമൂവേലിന്റെ വചനം എല്ലാ ഇസ്രായേലിലും വന്നിട്ട്. ശമൂവേൽ ബാലന്റെ വചനമാണോ? അല്ല. ശമൂവേലിന്റെ വചനം. അവൻ സ്വന്തമായൊരു പേരിന് അർഹനയായി. നമ്മളൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് കെയർ ഓഫ് ചോദിക്കും, സൺ ഓഫ് ചോദിക്കും. സോദര ഹല്ലേലൂയ. കാരണം എന്താണെന്നറിയാമോ? അപ്പന്റെ പേരിലായിരിക്കാം, അല്ലെങ്കിൽ മുതിർന്നവരുടെ പേരിലായിരിക്കും അവരൊക്കെ അറിയപ്പെടുന്നത്. ഇവന്റെ പേരിന്റെ അറ്റത്തൊരു ബാലൻ ഉണ്ടായിരുന്നു. കാരണം അവൻ പ്രായപൂർത്തിയാകാത്ത ഒരു പയ്യനായിരുന്നു ശമൂവേല്. എന്നാൽ സ്വതം 4-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ബാലനില്ല, ശമൂവേലിന്റെ വചനം. ഹല്ലേലൂയ. അവൻ അത്രത്തോളം വളർന്നു, പുരുഷനായി തീർന്നു. അവൻ പറയുന്നത് ഒരു മനുഷ്യനും നിഷേധിപ്പാൻ കഴിയാതെ വണ്ണം ദാൻ മുതൽ ബേർശേബ വരെ ശക്തനായ പ്രവചന ശബ്ദവുമായിട്ട് ശമൂവേൽ എന്ന് പറയുന്ന മനുഷ്യൻ തെളിയാൻ തുടങ്ങി. ഇവന്റെ വചനം എല്ലാ ഇസ്രായേലിനും വന്നിട്ട്
ഇസ്രായേൽ ഫിലിസ്തീനയുടെ നേരെ യുദ്ധത്തിന് പുറപ്പെടുകയാ. ഇവൻ പറഞ്ഞാൽ ചെയ്യും. അതുപോലെയുള്ള അധികാരത്തിലും നിലവാരത്തിലുമായി സ്വതം. ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോകുന്നില്ല, നിങ്ങൾക്കെല്ലാം സുപരിചിതമാണ്. അന്ന് അവിടെ ഒരു യുദ്ധം നടന്നു. യുദ്ധത്തിൽ പെട്ടകം പിടിക്കപ്പെട്ടു. യുദ്ധത്തിൽ ഹോഫിനെയും ഫിനെഹാസും പട്ടുപോയി. അവരുടെ അപ്പനായിരിക്കുന്ന ഏലി ഈ വാർത്ത അറിഞ്ഞപ്പോൾ ആസനത്തിൽ നിന്ന് താഴേക്ക് വീണ് കഴുത്തൊടിഞ്ഞ് മരിച്ചെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാ. ഞാൻ പറയുന്നത്, അന്ന് ജനത്തിൻ്റെ ഇടയിലേക്ക് ഈ വാർത്തകൾ പരന്നുകൊണ്ടിരുന്നപ്പോൾ പല സമയങ്ങളിലും ഇൻഫർമേഷൻ ദൈവം കൊടുത്തുകൊണ്ടിരുന്നു, സിഗ്നലുകൾ ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. ഏലി ഇത് നല്ലതല്ല, ഏലിയുടെ മക്കളെ ഇത് നല്ലതല്ല, വിട്ടു കളഞ്ഞേക്കണം. അവർ കരുതി പിറ്റേ ആഴ്ചയിൽ ഒന്നും സംഭവിച്ചില്ല, പിറ്റേ മാസത്തിലൊന്നും സംഭവിച്ചില്ല, പിറ്റേ വർഷമൊന്നും സംഭവിച്ചില്ല. കുറച്ചധികം സമയം ദൈവം കൊടുത്തുകൊണ്ടിരുന്നു. ഒരു ദിവസം അതിനായി ദൈവം മാറ്റിവെച്ചു. ഒരൊറ്റ ദിവസം. അന്നേ ദിവസം 3 മരണം, 3 പുരുഷന്മാര് ഒറ്റ ദിവസം ഒരു വീട്ടിൽ പട്ടുപോകുകയാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, കാലങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോഴാണ് സംഭവിക്കുന്നത്. അതുവരെയും സംഭവിച്ചില്ല. കാരണം ഇത് പുറത്തു പോകരുത്, ഇത് പുറത്ത് കിടക്കരുത്. രണ്ടാമത്തെ ഒരു വിഷയത്തിലേക്ക് നമുക്കൊന്ന് വരാം. സ്തോത്രം. അവിടെ കാണാൻ സാധിക്കും 2 ശമൂവേൽ പ്രവചനം അതിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യം ഒന്ന് വായിച്ചേ. 2 ശമൂവേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം. ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട് നീ എവിടുത്തുകാരൻ എന്ന് ചോദിച്ചതിന് ഞാൻ ഒരു അന്യജാതിക്കാരന്റെ മകൻ, ഒരു അമാല്യക്കൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ഇവിടുത്തെ സംഭവം എന്ന് പറയുന്നത്, ഇസ്രായേലിൽ ആദ്യത്തെ രാജാവായിരിക്കുന്ന ശൗൽ എന്ന് പറയുന്ന രാജാവ് യുദ്ധത്തിൽ താൻ തോറ്റു. ശത്രു സൈന്യത്തിന് മുമ്പാകെ അടിയറവ് പറയാൻ മടിയില്ലാതിരുന്ന മനുഷ്യൻ തൻ്റെ രഥത്തിൽ സ്വയം കുത്തി രഥത്തിൽ ചാരി നിൽക്കുന്ന സമയത്ത് അവന്റെ പ്രാണനകത്തളത്തിലുണ്ട്. പ്രാണൻ പോയിട്ടില്ല. അതികഠിനമായ വേദനയോടുകൂടി സ്വയമേ പിന്നെ തനിക്ക് തന്നെ കൊല്ലുവാൻ കഴിയാതെ വണ്ണം രഥത്തിൽ ചാരി നിൽക്കുന്ന സമയത്ത് ഇവൻ പോകുമ്പോൾ ഇവനെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എന്റെ എൻ്റെ ഉള്ളിൽ ഇരിക്കുന്നത് കൊണ്ട് ഞാൻ അതികഠിനമായ വേദന അനുഭവിക്കുന്നു, നീ എന്നെ കൊല്ലണം. ഹല്ലേലൂയ. ഈ അമാല്യക്കൻ അന്ന് ശൗലെന്ന് പറയുന്ന ആ രാജാവിനെ കൊന്നുകളയുവാനിടയായി തീർന്നു. അവന്റെ തലയിലെ ആ കിരീടവും അവന്റെ കുണ്ടലവും എടുത്തുകൊണ്ട് ഇവൻ മടങ്ങി വന്നു. അവൻ ആ വാർത്ത ദാവീദിനോടൊക്കെ പറയുകയാണ്. ഇങ്ങനെയാണ് സംഭവം ഉണ്ടായത്. നിങ്ങൾ വീട്ടിൽ പോയി വായിച്ചാൽ മതി. 2 ശമൂവേൽ പ്രവചനം 1-ാം അധ്യായത്തിന് 1 മുതലുള്ള വാക്യങ്ങൾ അതിൻ്റെ ചരിത്രം പശ്ചാത്തലം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കുറച്ച് മുമ്പുള്ള കാര്യങ്ങൾ 1 ശമൂവേൽ പ്രവചനത്തിലും കിടക്കുന്നുണ്ട്. അപ്പോൾ ഇവൻ പറയുന്നത്, എന്നെ വിളിച്ചതാണ്, ഞാൻ ചെന്നു, ഞാൻ അങ്ങനെ ചെയ്തു. 9-ാം വാക്യം മുതൽ ഒന്ന് വായിച്ചേ. 9-ാം വാക്യം മുതൽ. അവൻ എന്നോട്, നീ അടുത്ത് വന്ന് എന്നെ കൊല്ലണം, എന്റെ ജീവൻ മുഴുവനും എന്നിൽ ഇരിക്കൊണ്ട് എനിക്ക് പരിഭ്രമം പിടിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ അടുത്ത് ചെന്ന് അവനെ കൊന്നു. അവന്റെ വീഴ്ചയുടെ ശേഷം അവൻ ജീവിക്കയില്ല എന്ന് ഞാൻ അറിഞ്ഞിരുന്നു. അവന്റെ തലയിലെ കിരീടവും ഭുജത്തിലെ കടകവും ഞാനെടുത്ത് ഇവിടെ യജമാനന്റെ അടുക്കൽ കൊണ്ടുവന്നിരിക്കുന്നു. ഉടനെ ദാവീദ് തന്റെ വസ്ത്രം പറിച്ചു കീറി, കൂടെയുള്ളവരും അങ്ങനെ തന്നെ ചെയ്തു. അവർ ശൗലിനെയും അവന്റെ മകനായ യോനാഥാനെയും യഹോവയുടെ ജനത്തെയും ഇസ്രായേൽ ഗൃഹത്തെയും കുറിച്ച് അവർ വാളാൽ വീണുപോയത് കൊണ്ട് വിലപിച്ചു കരഞ്ഞു. സന്ധ്യ വരെ ഉപവസിച്ചു. ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട്, നീ എവിടത്തുകാരനെന്ന് ചോദിച്ചതിന് ഞാൻ ഒരു അന്യജാതിക്കാരന്റെ മകൻ, ഒരു അമാലേക്കനെന്ന് അവൻ ഉത്തരം പറഞ്ഞു. അടുത്തതിലേക്ക് വരുമ്പോഴാണ് നമ്മൾ ചിന്തിപ്പിക്കുന്നത്. സ്തോത്രം. ഇവൻ അഭിഷിക്തനായിരുന്നു ഒരു കാലഘട്ടത്തിൽ. പിന്നത്തേതിൽ ദുരാത്മാവ് കയറി, ദൈവമയച്ചിട്ടൊരു ദുരാത്മാവ് ശൗലിന്റെ മേൽ വന്നു എന്നുള്ളതാണ് തിരുവെഴുത്തിൽ കാണുവാൻ സാധിക്കുന്നത്. പക്ഷേ സ്തോത്രം, അവനൊരു കാലഘട്ടത്തിൽ ദൈവത്തിന്റെ അഭിഷിക്തനായി തുടർന്നവനാണ്. എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ഇന്ന് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ഇന്ന് പലരും പറയുന്ന ഒരു കാര്യമുണ്ട്. പലയിടങ്ങളിലും ഞാൻ കടന്നുപോയി ശുശ്രൂഷിക്കുന്നത് കൊണ്ട് ചിലരൊക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് ബന്ധം പുലർത്തുമ്പോൾ പറയുന്നത്, എൻ്റെ പാസ്റ്ററെ, ആ വിശ്വാസിയായിട്ട് കൈ കൊടുക്കുന്നതിനേക്കാൾ നല്ലത് ജാതികൾ എത്ര നല്ലതാണ്. വിശ്വാസികളായിട്ട് ഒരു പരിപാടിക്ക് ഞാൻ നിൽക്കത്തില്ല. സ്വന്തം അതുപോലെ പ്രശ്നങ്ങളാ. പക്ഷെ ജാതികൾ എത്ര, ഒരിക്കലും നീ പറയരുത്.
ആമേൻ സ്തോത്രം. ഈ തിരുവഴുത്തിനനുസരിച്ചിട്ടല്ലാതെ നിന്നെ സ്വർഗത്തിലെ ദൈവം ഒന്ന് നോക്കുകയാണെങ്കിലോ, ആമേ, ഒരു ജാതിയെ കൊണ്ട് നിന്നെ ക്രമപ്പെടുത്താൻ പറ്റാത്ത നിലവാരത്തിൽ ഒരു വിശ്വാസിയെ അയച്ച് ആമേൻ സ്തോത്രം അവന്റെ ദോഷങ്ങളാൽ ഒരുപക്ഷെ നിന്നെ ഒന്ന് പരീക്ഷിക്കുകയാണെങ്കിലോ, ആമേ, നീ ഏതു വിധത്തിലും ജയിക്കണം. പ്രിയ മക്കളെ, യേശുവിന് പ്രതിസന്ധികൾ ഉണ്ടായിരുന്നത് ആമേൻ സ്തോത്രം ഏറ്റവും മോശക്കാരിൽ നിന്നല്ല, ആ സമൂഹത്തിന്റെ അകത്തളത്തിൽ നല്ലതെന്ന് പറയുന്നവരിൽ നിന്നും, സ്വന്തം വംശമായിരിക്കുന്ന സ്തുതിക്കുന്ന എന്ന് പേരുള്ള യഹൂദന്മാരിൽ നിന്നുമായിരുന്നു യേശുവിന് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത്. അവിടെ എല്ലാം യേശു അത് വിവേചിച്ചുകൊണ്ട് അതിജീവിക്കുവാനിടയായി തീർന്നു. ഇവിടെ സ്തോത്രം ഇന്നത്തെ കാലഘട്ടത്തിൽ പലരും പറയുന്നത് വിശ്വാസികളെക്കാൾ എത്രയോ ഭേദമാണ് അവിശ്വാസികൾ. ഒരിക്കലും നീ പറയരുത്, നിന്റെ നാവ് കൊണ്ട് അങ്ങനെ പറയരുത്. സ്വർഗത്തിലെ ദൈവം തന്റെ ചങ്കിലെ ചോര കൊടുത്ത ലോകത്തിൽ കോടിക്കണക്കിന് വ്യക്തിത്വങ്ങളുണ്ട് പ്രിയമക്കളെ. എന്നാൽ വിശ്വാസികൾ എന്ന് പറയുന്ന വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഉള്ളൂ. നമ്മുടെ ഈ പട്ടണത്തില് വൈപ്പിൻകരയില് 27ഓളം ദൈവസഭകളുണ്ട്. കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ വിരലിലെണ്ണാവുന്ന ആളുകളെ ഉള്ളൂ. പക്ഷേ ഹല്ലേലൂയ സ്തോത്രം, ഈ പട്ടണത്തിലുള്ള ലക്ഷങ്ങളാണ് അവരെ ഒന്നും തിരഞ്ഞെടുക്കാതെ ഈ കൂട്ടത്തിൽപ്പെടുന്ന ചിലരെ ദൈവം തിരഞ്ഞെടുത്തത് യേശു ക്രിസ്തുവിന്റെ മുൻകാലങ്ങളിലുള്ള പ്രത്യേകമായ ഒരു തിരഞ്ഞെടുപ്പാണ്. അവന്റെ പ്രത്യേകമായ നിർണയമാണ്. ലോക സ്ഥാപനത്തിനു മുമ്പേ, നിന്റെ അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗത്തിലെ ദൈവം നിന്നെ കണ്ടത് കൊണ്ടാണ് അവൻ നിന്നെ വിളിച്ചു വേർതിരിച്ചത്, തിരഞ്ഞെടുത്തത്. ദൈവം തിരഞ്ഞെടുത്തവനെ, ദൈവം നീതീകരിച്ചവനെ കുറ്റം വിധിക്കുന്നത് ആരെന്ന് തിരുവെഴുത്തിൽ ചോദിച്ചിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ യേശുവിന്റെ തെരഞ്ഞെടുപ്പാ പ്രിയ മക്കളെ. കുറവും കഴിവും കൂടുതലും ഒക്കെ ഉള്ള പലരും ഉണ്ടാകും. നീയായിട്ട് ആരെയും വിധിച്ച് മുന്നോട്ട് പോകരുത്. ആദ്യം യഹൂദനും പിന്നെ, അങ്ങനെയല്ലേ വാക്യം, അങ്ങനെയല്ലേ വാക്യം. കുറച്ചു നാൾ കഴിയുമ്പോൾ യഹൂദന്മാരെ, അത് കഴിയുമ്പോൾ യവനന്മാരെ എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ പുസ്തകം, ഈ ലോകം അവസാനിക്കുന്നത് വരെയും ഇതിൻ്റെ അർത്ഥ വചനത്തിന് മാറ്റമില്ല പ്രിയ മക്കളെ. ആദ്യ യഹൂദനും പിന്നെ യവനനും അവന് വേണ്ടി പ്രത്യേകമായിട്ടുള്ള ഈ കരുതല് പരിശുദ്ധ ദൈവം ചെയ്യുകയാണ്. ഈ ലോകത്തിൽ അനവധി വ്യക്തിത്വങ്ങൾ യേശുവിനെ വേണ്ട, യേശുവിന്റെ വചനം വേണ്ട. കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവര് കോട്ടുവള്ളിയുടെ പ്രദേശത്ത് നിന്ന് ദൈവവചനം വിളിച്ചറിയിക്കുകയാണ്. രണ്ട് സ്ഥലത്ത് വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കി. ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, നിങ്ങളുടെ യേശു ഭയങ്കര വലിയവനാ. ആരാ പറയുന്നത് അറിയുമോ? കത്തോലിക്ക സഭയിലെ ഉയർന്ന വ്യക്തിത്വമാണ്. അവൻ ഈ പറഞ്ഞ രീതിയിൽ അവനെ യേശുവിനെ കാണുന്നത് ചെറിയ യേശുവായിട്ടാ. അല്ലെന്ന്, നമ്മുടെ യേശു ഏറ്റവും വലിയവനാ. നിങ്ങൾക്ക് നിങ്ങളുടെ യേശുവിന് മാത്രമല്ലോ സമാധാനം കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതേന്നേ ലോകം തരാത്ത സമാധാനം കൊടുക്കാൻ പറ്റുന്നത് നമ്മുടെ കർത്താവായ യേശുവിന് മാത്രമാണ്. അല്ലെങ്കിൽ ഏതെങ്കിലും പുസ്തകത്തിൽ, അതല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തിത്വങ്ങളൊന്ന് വിളിച്ചു പറയട്ടെ, ചങ്കൂറ്റത്തോടെ ഞങ്ങളുടെ അടുക്കൽ കടന്നുവാ, ലോകം തരാത്ത സമാധാനം തരാമെന്ന് ഒരൊറ്റ പുസ്തകത്തിലുമില്ല, ഒരു മനുഷ്യനും വിളിച്ചു പറയാൻ പറ്റത്തില്ല. അത് നമ്മുടെ കർത്താവായ യേശുവിന് മാത്രമുള്ളതാ. അപ്പൊ നമ്മള് പ്രിയ മക്കളെ സ്തോത്രം, നമ്മളെന്നല്ല സ്തോത്രം, ഈ ലോകത്തിൽ കർത്താവിന്റെ വചനപ്രകാരം ജീവിക്കുന്ന വ്യക്തിത്വങ്ങൾ, ഹല്ലേലൂയ, ഈ കർത്താവിന്റെ നാമത്തിൽ അറിയുന്ന ചിലരെ കുറിച്ചൊക്കെയും പലവിധമായ ദോഷങ്ങൾ പ്രചരിപ്പിക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചേക്കണേ. നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണാതെ വണ്ണം അവൻ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലോ അല്ലെങ്കിൽ പുറത്തുള്ളവരുടെ ഇടയിലോ അവൻ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്കറിയത്തില്ല. സ്തോത്രം. അതുകൊണ്ട് സമയത്തിനു മുമ്പേ ആരെയും എന്ത് ചെയ്തേക്കരുത്, വിധിച്ചേക്കരുത് പ്രിയ മക്കളെ, വിധിച്ചേക്കരുത്. വളരെ ചുരുക്കം ജനത്തിൽ നിന്ന് ഇനിയും ഒരു ശേഷിപ്പിനെ പരിശുദ്ധ ദൈവം എടുത്താണ് അവിടെ കൊണ്ടുപോകാൻ പോകുന്നത്. ഒരുപക്ഷെ നമ്മൾ നിന്ദിക്കുന്ന, നമ്മൾ പരിഹസിക്കുന്നവനെ ആ ലിസ്റ്റിൽ ദൈവം പെടുത്തിയിട്ടുണ്ടെങ്കിലോ സ്തോത്രം, നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അപ്പോ ഇവിടെ കാണാൻ സാധിക്കുന്നത് ദാവീദ് അവനോട് ചോദിക്കുന്ന, വർത്തമാനം കൊണ്ടുവന്നവനോട് ദാവീദ് ചോദിച്ചു, നീ ആരാണ്? നീ ഏത് ജാതിക്കാരനാണ്? എവിടെ നിന്ന് വന്നവനാണ്? അവൻ പറയുന്നത് സ്തോത്രം, ആ വാക്യം ഒന്ന് എടുത്ത്, 13-ാം വാക്യം. ദാവീദ് വർത്തമാനം കൊണ്ടുവന്ന ബാല്യക്കാരനോട്, നീ എവിടത്തുകാരൻ എന്ന് ചോദിച്ചതിന്, ഞാനൊരു അന്യജാതിക്കാരന്റെ മകൻ, ഒരു അമാലേക്കൻ എന്ന് അവൻ ഉത്തരം പറഞ്ഞു. ദാവീദ് അവനോട്, യഹോവയുടെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കയ്യോങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെയെന്ന് പറഞ്ഞു. കേട്ടോ പ്രിയ മക്കളെ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതലാണെങ്കിൽ നീ ഒരു ജാതീയനായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ആക്ഷേപിച്ചേക്കരുത്, അല്ലെങ്കിൽ മറ്റൊരുത്തനായിട്ട് ചേർന്ന് നിന്നുകൊണ്ട് അവനെ ദുഃഖിപ്പിച്ചേക്കരുത്.
കുറവുള്ളവനായിരിക്കാം. ഇവന്റെ മേൽ ദുരാത്മാവായിരുന്നെന്ന് ദാവീദിന് നന്നായിട്ട് അറിയാം. ആരുടെ മേൽ? ശൗലിന്റെ മേൽ. പലപ്പോഴും ദാവീദിന് നേരെ കുന്തമറിഞ്ഞവനാണ്. ദാവീദിനെ പലവട്ടം കൊല്ലാൻ ശ്രമിച്ചിട്ടുള്ളവനാണ്. പക്ഷേ ഒരു അമാലിയക്കന്റെ വാളിനെ തീർന്നു പോയപ്പോൾ ആമേൻ ദാവീദ് പൊട്ടിക്കരഞ്ഞു. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഉപവസിച്ചു. ആമേൻ സ്വതം ആമേൻ വളരെയധികം ഭാരപ്പെട്ടു. എന്നിട്ട് ചോദിച്ചത്, നീ ആരാണ്? നീ എവിടെ നിന്ന് വന്നവനാ? ആമേൻ ഞാനൊരു അമാലിയക്കനാണ്, ഞാനൊരു അന്യജാതിക്കാരനാണ്. അടുത്ത സെന്റൻസ്, ദാവീദ് അവനോട്, യഹോവയുടെ അഭിഷിക്തനെ സംഹരിക്കേണ്ടതിന് കയ്യോങ്ങുവാൻ നിനക്ക് ഭയം തോന്നാഞ്ഞത് എങ്ങനെയെന്ന് പറഞ്ഞു. പിന്നെ ദാവീദ് ബാല്യക്കാരിൽ ഒരുത്തനെ വിളിച്ചു, നീ ചെന്ന് അവനെ വെട്ടിക്കളക എന്ന് പറഞ്ഞു. അവൻ അവനെ വെട്ടിക്കൊന്നു. നീ ചെയ്തത് നല്ല കാര്യം. എന്റെ യജമാനൻ വേദനപ്പെട്ട് ആമേശ്വര രഥത്തിൽ നിൽക്കുകയായിരുന്നല്ലോ, അതുകൊണ്ട് നീ ചെയ്തത് നല്ലതെന്നല്ല പറഞ്ഞത്. അവൻ എന്ത് ചെയ്തേക്കുക? എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ, ആമേ സ്വർഗത്തിലെ ദൈവം ആമേ ദൈവജനത്തെ കുറിച്ചൊരു പ്രത്യേക പ്ലാനും പദ്ധതിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിന്റെ പൂർത്തീകരണം നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ആമേ എല്ലാവരെയും ആമേ നമ്മളൊക്കെ വിശുദ്ധന്മാരായിരുന്നു പ്രിയ മക്കളെ. ആമേ സ്തോത്രം. പാപത്തിൽ കിടന്നപ്പോൾ പരിശുദ്ധ ദൈവം നമ്മളെ വിളിച്ചു വേർതിരിച്ചതാണ്. ഹല്ലേലൂയ. വ്യത്യസ്ത സംസ്കാരത്തിലും വ്യത്യസ്ത നിലവാരത്തിലുള്ള വ്യക്തിത്വങ്ങളൊക്കെ ആയിരുന്നു. ദൈവം തൻ്റെ വചനത്താലും അവൻ്റെ ശക്തിയാലൊക്കെ നമ്മൾ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. ആമേ സ്തോത്രം, ഹല്ലേലൂയ. പത്രോസും കൂട്ടരൊക്കെ തെറ്റിപ്പോയതുപോലെ ആമേ സ്തോത്രം വളരെ ചുരുക്കം ആളുകളാണ് ഇന്ന് തെറ്റിപ്പോകുന്നത്. ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, ആമേ പല വട്ടം അവർക്ക് പ്രത്യക്ഷമായി യേശു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റവനായി കടന്നു വന്നു. തൊട്ടു നോക്ക്, ഞാൻ ജീവനുള്ള യേശുവാണ് എന്നൊക്കെ പറഞ്ഞ് പല സമയങ്ങളിൽ അവരെ പഠിപ്പിച്ചു. എന്നിട്ടും ഇവർ പിന്നെയും പോയി, പിന്നെയും അവരെ തിരക്കി ചെല്ലുകയാ. ആമേ സ്തോത്രം. ആമേ യേശു വിളിക്കുന്നു, നിങ്ങൾ വരണമെന്നും പറഞ്ഞുകൊണ്ട് ആളയച്ചിട്ട് യേശുവിന്റെ അടുക്കലേക്ക് വിളിപ്പിച്ചതല്ല. ഇവന്മാർ കടലിൽ പോയപ്പോ ആ കടപ്പുറത്തേക്ക് ചെല്ലുകയായി യേശു. ഇവന്മാർ എവിടെ പോകുന്നുണ്ടോ അവിടേക്ക് കർത്താവ് ചെല്ലുന്നത്. ആമേൻ സ്തോത്രം, ഹല്ലേലൂയ. ഇവന്മാർ പോയ സ്ഥലത്തു നിന്നെല്ലാം പിന്നെയും കർത്താവ് ശേഖരിച്ചു. ആമേൻ. എന്തുകൊണ്ടാണെന്നറിയാമോ? സ്വർഗത്തിലെ ദൈവം വചനത്തിൽ പറയും, ലോക സ്ഥാപനത്തിന് മുമ്പേ ഒരു നിർണയം വെച്ചിട്ടുണ്ട്. ആമേ ഒരു സംഖ്യ ഉണ്ട് പ്രിയ മക്കളെ. നമ്മളൊക്കെ ജാതികളാണ്, ജാതികളുടെ ഒരു സംഖ്യ ഉണ്ട്. ആമേ ആ സംഖ്യയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നവരാണ് നമ്മളെങ്കിൽ നിനക്കെതിരെ തിരിയുന്നവന്റെ ജീവിതത്തിന്മേൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം നീട്ടും. നീ പ്രാർത്ഥനയിൽ ഏറ്റവും ശ്രേഷ്ഠതയിൽ നിൽക്കുന്നവനോ കൃപാവരപ്രാപ്തനോ സ്തോത്രം അങ്ങനെയൊന്നുമല്ല പരിശുദ്ധ ദൈവം. നീ ആ ലിസ്റ്റിൽപ്പെട്ടവനാണോ? അവന്റെ വിളി കേട്ടിറങ്ങി തിരിച്ചിരിക്കുന്നവനാണോ? യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വേർതിരിക്കപ്പെട്ടവനാണോ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവിടെ സ്വർഗത്തിലെ ദൈവം നിന്നെ കുറിച്ചിട്ടിരിക്കുന്ന നിർണയത്തിലേക്ക് നടത്തുവാനിടയായിത്തീരും. ഞാൻ ഈ വാക്യം ഇവിടെ നിർത്തുകയാണ്. ഓരോ സ്ഥലത്തു നിന്ന് മുറിച്ചു പോകുക. കാരണം പല സ്ഥലങ്ങളിലായിട്ട് പലരുടെയും ജീവിതത്തിൽ ദൈവം പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ ജാതിയന്റെ ജീവിതത്തിൽ വാള് വന്നു. പ്രൈസ് ദി ലോർഡ്. പുരോഹിതന്റെ ജീവിതത്തിൽ വാള് വന്നു. പ്രൈസ് ദി ലോർഡ്. ഈ വെട്ടിക്കളയാൻ ഓർഡർ കൊടുത്തവൻ അവന് ഒഴികഴിവുണ്ടോ? ഇല്ലെന്നേ. അവന് ഒഴികഴിവില്ല. അവൻ രാജാവായി. ആമേശ്വതം ആദ്യത്തവൻ ആമേശ്വതം ഏലിയുടെ ജീവിതത്തിൽ വാള് വന്നു. ആമേശ്വതം അമാലിയക്കന്റെ ജീവിതത്തിൽ വാള് വന്നു. ഈ അമാലിയക്കനെ കൊല്ലാൻ ഓർഡർ കൊടുത്തവനല്ലേ ദാവീദ്. 12-ാം അധ്യായം 2 ശമൂവേൽ പ്രവചനം 12-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലേക്കൊന്ന് വന്നേ. വായിച്ചേ. ദാവീദ് നാഥാനോട്, ഞാൻ യഹോവയുടെ പാപം ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. അതിന് നാഥാൻ ദാവീദിനോട്, യഹോവ നിന്റെ പാപം മോചിച്ചിരിക്കുന്നു, നീ മരിക്കുകയില്ല. അടുത്ത വാക്യം. എങ്കിലും നീ ഈ പ്രവൃത്തിയിൽ യഹോവയുടെ ശത്രുക്കൾ ദൂഷണം പറയാൻ ഹേതു ഉണ്ടാക്കിയത് കൊണ്ട് നിനക്ക് ജനിച്ചിട്ടുള്ള കുഞ്ഞ് മരിച്ചു പോകുമെന്ന് പറഞ്ഞ് നാഥാൻ തന്റെ വീട്ടിലേക്ക് പോയി. സ്തോത്രം. ചുറ്റുപാടുകൾ ഈ ഒരു പ്രവൃത്തി നിമിത്തം ദാവീദ് ചുറ്റുപാടുകൾ അറിഞ്ഞിരിക്കുകയാണ്, ദേശം അറിഞ്ഞിരിക്കുകയാണ്, മറ്റു മനുഷ്യനെ അറിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് ഇത് ദൈവം വിട്ടുകളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നിനക്ക് ഒരു പണിഷ്മെന്റ് എന്തായിരുന്നാലും തന്നിരിക്കും. എന്താ കാരണം എന്തറിയാമോ? സ്തോത്രം. ഇവിടെ ഊരിയാവെന്ന് പറയുന്ന ഇവന്റെ വിശ്വസ്തനായ ഒരു ഭടനുണ്ടായിരുന്നു. വെറും ഒരു പടയാളിയാ. സ്തോത്രം, ഹല്ലേലൂയ. അവൻ അഭിഷിക്തനൊന്നുമല്ല, അവൻ പ്രവാചകനൊന്നുമല്ല, അവൻ അപ്പോസ്തലനൊന്നുമല്ല. ദാവീദിന്റെ കൂടെ രാജ്യത്തിന് വേണ്ടി പൊരുതുന്ന ഒരു വിശ്വസ്ത പടയാളിയായിരുന്നു ഊരിയാവ്. അവനെ കൊന്നു. ദാവീദ് കൊന്നിരുന്നതിന് പ്രശ്നമില്ലെന്നേ. സ്തോത്രം. ഒരു അമോന്യന്റെ വാള് കൊണ്ട് അവൻ എന്ത് ചെയ്തു? കൊല്ലിച്ചു.
ഹല്ലേലൂയ. ഇതാണ് സ്വർഗത്തിലെ ദൈവത്തിന്റെ കരം അവിടെ ചലിച്ചിറങ്ങാൻ ഇടയായി തീർന്നത്. ഹല്ലേലൂയ. സ്വർഗത്തിലെ ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകാൻ ഇടയായി തീർന്ന 9 വാക്യം ഒന്ന് വായിച്ച വേഗത്തിലോ. നീ യഹോവയുടെ കൽപ്പന നിരസിച്ചു, അവന് അനിഷ്ടമായുള്ളത് ചെയ്തത് എന്തിന്? ഹിത്യനായ ഉരിയാവെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ടെടുത്തു, അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് കൊല്ലിച്ചു. സ്തോത്രം. ഇവിടെ ആ പ്രശ്നം വന്നത് അത് എടുത്തു പറഞ്ഞത് കണ്ടോ? ആമേൻ, സ്തോത്രം. ഊരിയാവെ വാൾ കൊണ്ട് വെട്ടി അവന്റെ ഭാര്യയെ നിനക്ക് ഭാര്യയായിട്ട് എടുത്തു, അവനെ അമ്മോന്യരുടെ വാൾ കൊണ്ട് നീ എന്ത് ചെയ്തു? കൊല്ലിച്ചു. ഇതിന് നമുക്ക് തമ്മിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല. നീ ചെയ്ത തെറ്റ. നിനക്ക് അന്ന് ആ അമാല്യക്കിനെ വിട്ടുകളയാമായിരുന്നില്ലേ? ആമേൻ, സ്തോത്രം. എടാ, ദുരാത്മാവ് കയറി ഇവനെ വെട്ടിക്കൊന്നപ്പോ ആമേൻ നീ പറഞ്ഞു അഭിഷിക്തന്റെ നേരെ എന്തിനാണ് കരമോങ്ങിയതെന്ന് പറഞ്ഞുകൊണ്ട് ആ അമാല്യക്കിനെ അന്ന് ആമേൻ സ്തോത്രം നിന്റെ ആളുകളല്ലേ വെട്ടിക്കൊലപ്പെടുത്തിയത്. ആ സ്ഥാനത്ത് ആമേൻ നീ തന്നെ ഇത് ചെയ്തില്ലേ ദാവീദേ? അമോന്യന്റെ വാള് കൊണ്ട് ആമേൻ ഊരിയാവൻ എന്ത് ചെയ്തു? ഊരിയാവനെ കൊല്ലിച്ചെന്നാ പറയുന്നത് കേട്ടോ. അപ്പോൾ ദാവീദാണല്ലോ, ഒരുപാട് പാട്ടുകൾ എഴുതിയവനാണല്ലോ, എനിക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്തവനാണല്ലോ, ആമേ കൂടുതൽ പ്രയോജനപ്പെട്ടവനാ. ദൈവത്തിൻ്റെ മുമ്പിൽ ഒരു റിഡക്ഷനും ഇല്ല പ്രിയ മക്കൾ. നേരെയാണോ? ആമേൻ, സ്തോത്രം. കർത്താവ് നേരെ പ്രവർത്തിക്കും, ആര് തന്നെയാണെങ്കിലും കേട്ടോ. ആമേൻ, സ്തോത്രം. അടിയും തടവും ഇതൊക്കെ ഉള്ളതാ. ആമേൻ, സ്തോത്രം. എബ്രായ ലേഖനം പറയുന്നു, അപ്പൻ ശിക്ഷിക്കാത്ത മക്കൾ ആരുള്ളൂ? ഹാലയിൽ ഏത് ശിക്ഷയും താൽക്കാലം ആമേൻ സ്തോത്രം വേദനാജനകമാണ്. അതിൽ അഭ്യാസം തികഞ്ഞവർക്കോ പിന്നത്തേതിൽ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുകയാ. ഇവിടെ ഞാൻ ഈ 3 ഭാഗവും എടുത്തത് ആമേൻ സ്തോത്രം ഹല്ലേലൂയ ഈ വാർത്തകൾ പുറത്തു പോയപ്പോഴാണ്. ഹല്ലേലൂയ. വാർത്തകൾ എന്ത് ചെയ്തു? പുറത്ത് പരക്കാൻ തുടങ്ങി. ദോഷം എന്ന് ചുറ്റുപാടുകൾ കാണാൻ തുടങ്ങി. ദോഷമെന്ന് മറ്റു വ്യക്തിത്വങ്ങൾ കാണാൻ തുടങ്ങി. അപ്പോഴാണ് ദൈവത്തിന്റെ കരം ചലിക്കാൻ തുടങ്ങിയത്. ഒരു പരിധി വരെയൊക്കെ ദീർഘക്ഷമയുള്ള ദൈവം എന്ന് പറയുന്ന ദീർഘക്ഷമയോ നമ്മൾ കണ്ടും അനുഭവിച്ചൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഒരു സമയം പരിശുദ്ധ ദൈവം ഒന്ന് തിരിയും. സ്തോത്രം. നമുക്ക് ഇനി അതിൻ്റെ മുമ്പിലുള്ള സമയമില്ല പ്രിയ മക്കളെ. കർത്താവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കുകയാണ്, ആഗതമായിരിക്കുകയാണ്. സ്തോത്രം. പലവിധമായ പ്രതിഭാസങ്ങൾ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്തോത്രം. കാട്ടിലും കടലിലും ആകാശത്തിലും ഭൂമിയിലും എല്ലാം വലിയ പ്രതിസന്ധികളാണ്. അവൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങൾ ആമേശ്വരം വിളംബരം ചെയ്യുമ്പോൾ നമുക്കൊന്ന് ഒരുങ്ങാൻ കഴിയുമോ? നമുക്കൊന്ന് സമർപ്പിക്കാൻ കഴിയുമോ? അവന്റെ പാദപീഠം ഒന്ന് ഉറ്റിരിക്കാൻ കഴിയുമോ എന്ന് പരിശുദ്ധാത്മാവ് നമ്മളോട് ചോദിക്കുകയാണ്. ഹല്ലേലൂയ. വിടേണ്ടതെല്ലാം വിട്ടുകളഞ്ഞുകൊണ്ട് അവൻ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ടവനെ കുറിച്ച് അവൻ ഏതു വഴിയും സഞ്ചരിക്കട്ടെ. ഒരിക്കല് ഞാൻ ആമേശ്വര ഫോർട്ട് കൊച്ചി ചർച്ചിൽ ആരാധനക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ജങ്കാറ് ചേട്ടിയിൽ ഒരു ദിവസം അല്പം വൈകിപ്പോയി. ആമേശ്വരം. ഒരു ജങ്കാറ് പോയി, അടുത്തൊരു ജങ്കാറ് വന്നിട്ട് വേണം പോകാനായിട്ട്. ആ സമയം കാത്തു നിൽക്കുമ്പോൾ ഒരു മനുഷ്യൻ അവിടെ കടന്നു വന്ന് തൻ്റെ ബൈക്ക് അവിടെ വെച്ചു. അപ്പുറത്തെ ചർച്ചിൽ പോയി ഞങ്ങൾ ഒരുമിച്ച് ആരാധിക്കുന്നു. ബൈക്ക് അവിടെ വെച്ചു. അപ്പം ഞാൻ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അപ്പുറത്ത് നിൽക്കുകയാണ്. ഈ മനുഷ്യൻ വരുന്നതും ഇദ്ദേഹം സ്തോത്രം ബൈക്ക് വെച്ചിട്ട് ബാക്കിലേക്ക് തിരിഞ്ഞു പോകുന്നത് ഞാൻ കണ്ടു. ഞാനൊന്ന് നോക്കി. ഇദ്ദേഹം നേരെ പോയിട്ട് അടുത്ത ആ കടയിൽ പോയിട്ട് ഒരു സിഗരറ്റ് വാങ്ങിച്ചു. ആരുമില്ല, കാരണം ചർച്ചിൽ പോകേണ്ട അവരെല്ലാവരും കഴിഞ്ഞ ജങ്കാറിന് പോയിട്ടുണ്ട്. ഇനി ആരങ്ങനെ വൈകിപ്പോയ ചരിത്രമില്ല. ഇദ്ദേഹം എല്ലാ ആഴ്ചകളിലും വൈകിയാണ് വരുന്നത്. അപ്പോൾ ടെൻഷൻ വരുമ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്യും? ടെൻഷൻ വരുമ്പോൾ ഒന്ന് സ്മോക്ക് ചെയ്യും. പ്രൈസലോ. എപ്പോഴൊന്നുമല്ല, ടെൻഷൻ വരുമ്പോൾ എപ്പോഴും ടെൻഷനാണ്. പ്രൈസലോ. അപ്പോൾ ഇത് കണ്ടു, ഇദ്ദേഹത്തെ പിടിച്ചു. അപ്പോൾ പറയുന്നത് പറയേണ്ട ബിജു, ടെൻഷൻ വരുമ്പോൾ ഞാൻ ചോദിച്ചു എപ്പോഴും ടെൻഷൻ ഉണ്ടാവുക? പറയണ്ട, എപ്പോഴും ടെൻഷനാണ്. അപ്പം അതിൻ്റെ അർത്ഥം എന്താണെന്ന് എപ്പോഴും എന്ത് ചെയ്യും? എപ്പോഴും സിഗരറ്റ് വലിക്കും. അധികം ദൂരം മുന്നോട്ട് പോകേണ്ടി വന്നില്ല. അധികം ദൂരം മുന്നോട്ട് പോയില്ല പ്രിയ മക്കളെ. അങ്ങനെ കണ്ട് പിടിക്കപ്പെട്ട് ചോദിച്ച് ഏകദേശം ആമേശ്വരം 4-4.5 മാസം കഴിഞ്ഞപ്പോൾ ആള് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. ചുറ്റുപാടുകൾ നിന്നെ കാണാൻ തുടങ്ങുമ്പോൾ, ചുറ്റുപാടുകൾ നിന്റെ ദോഷങ്ങൾ അറിയാൻ തുടങ്ങുമ്പോൾ ആമേൻ സ്തോത്രം ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കും.
അതുവരെ കുഴപ്പമില്ലാത്ത രീതിയിൽ കുറേ നാളുകൾ ടെൻഷൻ അടിച്ച്, കുറേ നാളുകൾ ആമേശ്വതം ഇതൊക്കെ വലിച്ച് അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. പക്ഷെ ചുറ്റുപാടുകൾ, നീ ഒരു പ്രാർത്ഥനക്കാരനെന്നും നീ യേശുവിനെ ആരാധിക്കുന്നവനെന്നും ആമേശ്വതം നിനക്കിത് പാടില്ലെന്നും ചുറ്റുപാടുകൾ കണ്ടു തുടങ്ങിയ കാലം ആമേശ്വതം ദൈവത്തിൻ്റെ കരം നീട്ടി. പുതുവൈപ്പ് ഒരു ഭണ്ഡാരി ഉണ്ടായിരുന്നു, നല്ലൊരു ലൂസനൊക്കെ അറിയാം. നല്ലൊരു ഭണ്ഡാരിയാണ്. സ്തോത്രം. ഈ മനുഷ്യനും അല്പമായിട്ട് സ്മോക്ക് ചെയ്യും, അല്പമായിട്ട് മദ്യപിക്കും. സ്തോത്രം. ഇവിടെ അടുത്ത ഒരു ചർച്ചിൽ പോയിക്കൊണ്ടിരുന്ന ഒരു വിശ്വാസിയാണ്. ഹല്ലേലൂയ. ഫുഡ് ഉണ്ടാക്കാനായിട്ടൊരു എനർജി കിട്ടണമെങ്കിൽ ചെറുതൊക്കെ കഴിച്ചിട്ട് സ്തോത്രം അല്പമായിട്ടൊക്കെ ഒന്ന് വലിച്ചിട്ടൊക്കെ അധിക നാൾ ഓടിയില്ല. അധിക നാൾ പോകുന്നതിന് മുമ്പേ ആളെ ഒരു സമയം കഴിഞ്ഞപ്പോൾ ഭൂമിയിൽ നിന്ന് വലിയ വേദന വലിയ വേദന സഹിച്ചായിരുന്നു ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടത്. ഒരു തുള്ളി വെള്ളം പോലെ ഇറക്കാൻ പറ്റാത്ത നിലവാരത്തിൽ മാരകമായ ഒരു രോഗം തനിക്ക് നേരിട്ട് ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടു. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ഇത് ചെറിയൊരു സംഭവമല്ല കേട്ടോ. സ്തോത്രം. ഹല്ലേലൂയ. രാജാവാണെങ്കിലും പടയാളിയാണെങ്കിലും സ്തോത്രം ഏതു വിഭാഗത്തിലുള്ള പുരോഹിതനാണെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന്റെ മുമ്പാകെ കറക്റ്റായി നടന്നാൽ അവനും നിനക്ക് വേണ്ടി കറക്റ്റായിരിക്കുള്ളൂ. ദോഷം ചെയ്തു പോയാൽ അവന്റെ കരം നിന്റെ ജീവിതത്തിൽ പ്രതികൂലമായി വ്യാപരിക്കും. കണ്ണുകളടക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഏലി പുരോഹിതൻ തന്റെ മക്കളോട് പറയുന്നത്, മക്കളെ അരുത്, നിങ്ങൾ അങ്ങനെ പ്രവർത്തിക്കരുത്, ഇത് തെറ്റാണ്, ഇത് ദോഷമാണ് എന്ന് പറഞ്ഞുകൊണ്ട് മക്കളെ തിരുത്തുവാൻ ശ്രമിച്ചിട്ടും മക്കൾ സ്വന്തം തിരുത്താതെ വണ്ണം തന്റെ വഴികളിലൂടെ യാത്ര ചെയ്തപ്പോൾ അപ്പന്റെ കരം അവിടെ വെളിപ്പെട്ടെന്ന് വിശുദ്ധ വേദപുസ്തകം പഠിപ്പിക്കുന്നു. അന്നല്ല, പിറ്റേ ദിവസമല്ല, പക്ഷെ അത് വന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്വന്തം ദൂരത്തൊക്കെ ആയിരിക്കുന്ന എന്റെ ദൈവമക്കളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം, ഒരിക്കലും മനുഷ്യൻ കാണുകയില്ല, മനുഷ്യൻ അറിയുകയില്ല, ചുറ്റുപാടുകൾ കാണുകയില്ല, ചുറ്റുപാടുകൾ അറിയുകയില്ല എന്ന് കരുതിക്കൊണ്ട് സ്വന്തം നീ എന്തേലും ഒരു ദോഷം ചെയ്യുന്നുണ്ടെങ്കിൽ നിന്നെ കാണുന്നൊരു സർവശക്തനായ ദൈവമുണ്ട്, നിന്നെ അറിയുന്ന ഒരു ദൈവമുണ്ട്. പ്രിയമക്കളെ, അവൻ കാണുന്നുണ്ട്. അവന്റെ കണ്ണിൽ നിന്ന് നിനക്ക് മറഞ്ഞിരിക്കാൻ പറ്റത്തില്ല. അവൻ ഹല്ലേലൂയ മറഞ്ഞിരിക്കുന്നതെല്ലാം വെളിച്ചത്താക്കുന്ന ഒരു ദൈവമാണ്. മറച്ചു വെച്ചിരിക്കുന്നതെല്ലാം പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവമാണ്. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ ഭയപ്പെടാം. പരിശുദ്ധ പിതാവേ, തലകളെ വണക്കിയിരിക്കുന്ന ഞങ്ങളുടെ മക്കൾക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പരിശുദ്ധ ദൈവത്തിന്റെ നീതിയുള്ള കരം ഞങ്ങളുടെ മേൽ അനുകൂലമായി വെളിപ്പെടണം. കർത്താവിന്റെ വരവടുത്തിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഒരുവനെ കുറിച്ച് ഞരങ്ങിപ്പോകാതെ തന്നെ തന്നെ സൂക്ഷിച്ചുകൊണ്ട്, തന്നെ തന്നെ ഒരുക്കിക്കൊണ്ട് മണവാട്ടി താനായി ഒരുങ്ങുന്നത് പോലെ തന്നെ തന്നെ വിശുദ്ധീകരിച്ചുകൊണ്ട്, തന്നെ തന്നെ നീതീകരിച്ചുകൊണ്ട്, തന്നെ തന്നെ ന്യായീകരിച്ചുകൊണ്ട്, തന്നെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് കർത്താവിന് വേണ്ടി ഒരുങ്ങുവാൻ പരിശുദ്ധ ദൈവം ഒരുക്കുമാറാകണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവകൃപയിൽ നിൽക്കുന്ന യേശുവിൽ വിശ്വസിക്കുന്ന ഒരുവനെ കുറിച്ചും ഒരു ദോഷവും പറഞ്ഞുണ്ടാക്കാനോ അവന് വേണ്ടി കൂട്ടുകെട്ടുണ്ടാക്കാനോ അവനെ തകർത്ത് കളയാനോ സ്വന്തം ഒരുത്തിനും ഇടയാക്കി തീർക്കാതെ വണ്ണം എല്ലാവരെയും കരുതണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്ന കർത്താവേ, ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരുത്തിന് ഇടർച്ചയുണ്ടാക്കിയാൽ അവന്റെ കഴുത്തിൽ വലിയൊരു തിരിക്കല്ല് കെട്ടി വെള്ളത്തിൽ ആഴ്ത്തിക്കളയുന്ന, കടലിൽ ആഴ്ത്തിക്കളയുന്ന നല്ലതെന്ന് ബൈബിൾ പഠിപ്പിക്കുമ്പോൾ ഞങ്ങൾ ആ വചനമെല്ലാം ഓർക്കുന്നു കർത്താവേ. തന്നെ തന്നെ സ്വന്തം ഞങ്ങളെ തന്നെ വിശുദ്ധീകരിച്ച് ചെയ്യുവാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ കൃപ അധികമായി പകരണം. ജീവനുള്ള ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കും. മഹത്വം എന്റെ ദൈവം എടുക്കണം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കേൾക്കണമേ സ്വർഗീയ